പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോമൻ റെയിൻസ് റസൽമേനിയ കഴിഞ്ഞാൽ WWE വിടുകയാണോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡൈനാമൈറ്റ് എപ്പിസോഡിൽ ഏദം കോപ്ലാൻഡ് എന്ന മുൻ WWE സൂപ്പർ സ്റ്റാറായ എഡ്ജ് പുതിയ TNT ചാമ്പ്യൻ ആയതിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമത്തെ അപ്ഡേറ്റ് ഇന്ന് നടന്ന ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ TNT ചാമ്പ്യനായ ക്രിസ്റ്റ്യൻ കേജും ഏദം കോപ്ലാൻഡും തമ്മിൽ ഏറ്റുമുട്ടിയ ഐക്വിറ്റ് മത്സരത്തെ സംബന്ധിച്ചാണ്. എന്ത് നടന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഐക്വിറ്റ് മത്സരം ആയതുകൊണ്ട് തന്നെ ഒരു ഹാർഡ് കോർ ലെവലിലുള്ള പ്രകടനമാണ് ഇരു റെസ്ലേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത്. മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നിക്ക് വെയിൻ്റെ അമ്മ, നിക്ക് വെയിന്, കിൽഷോട്ട് തുടങ്ങിയ താരങ്ങളൊക്കെ വന്ന് ക്രിസ്റ്റ്യൻ കേജിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഏദം കോപ്ലാൻഡിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഡാനിയൽ ഗാർസിയ, ഡാഡി മാജിക് തുടങ്ങിയ റെസ്ലേഴ്സും വരുന്നുണ്ട്. അങ്ങനെ വലിയൊരു ഫൈറ്റിലേക്കാണ് അവസാന നിമിഷങ്ങളിൽ ഇരു മത്സരം എത്തിയത്. അവസാനം ബ്രൂട്ടലായി ക്രിസ്റ്റ്യൻ കേജിനെ ഹാൻഡ് കഫ് ചെയ്ത് ആക്രമിച്ച് അവസാനം ക്രിസ്റ്റ്യൻ കേജിനെ കൊണ്ട് കിറ്റ് പറയിപ്പിച്ച് ഏദം കോപ്ലാൻഡ് പുതിയ TNT ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. AEW കരിയറിൽ ഏദം കോപ്ലാൻഡ് രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ TNT ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നത്. ആദ്യത്തെ തവണ വിജയിച്ചതിനേക്കാൾ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു വിജയമായിരുന്നു ഇന്ന് ക്രിസ്റ്റ്യൻ കേജിനെതിരെ ഏദം കോപ്ലാൻഡിനെ സ്വന്തമാക്കാൻ സാധിച്ചത്. ഈ ഒരു വിജയത്തിലോട് കൂടി ഏദം കോപ്ലാൻഡും ക്രിസ്റ്റ്യൻ കേജും തമ്മിലുള്ള ഒരു ഫ്യൂഡ് അവസാനിച്ചു എന്നാണ് കരുതുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ റോമൻ റെയിൻസ് റസൽമേനിയ 40 കഴിഞ്ഞാൽ WWE വിടുകയാണോ എന്നുള്ള സംശയത്തെ സംബന്ധിച്ചാണ്. റസൽമേനിയ 40 റോമൻ റെയിൻസിൻ്റെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ടൈറ്റിൽ റണ്ണ് അവസാനിക്കാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ റോമൻ റെയിൻസ് WWE വിടുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പല കൂട്ടുകാരും പറയുന്നത് റസൽമേനിയയിൽ തോറ്റതിന് ശേഷം റോമൻ റെയിൻസ് അദ്ദേഹം ആക്ടിംഗ് കരിയറിലേക്ക് തിരിയും എന്നുള്ളതാണ്. അതായത് ജോൺ സിന, ബാറ്റിസ്റ്റ, റോക്ക് തുടങ്ങിയവരെ പോലെ ഹോളിവുഡിലേക്ക് റോമൻ റെയിൻസ് അദ്ദേഹത്തിൻ്റെ കാൽപാദം പൂർണ്ണമായും വെക്കുമെന്നാണ് പലരും പറയുന്നത്. എന്നാൽ അത്തരത്തിലുള്ള യാതൊരുവിധ വാർത്തകളും നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ലഭിച്ചിട്ടില്ല. ചില റൂമേഴ്സൊക്കെ വരുന്നുണ്ട്. എന്നാൽ നിലവിൽ പുറത്തേക്ക് വരുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ റസൽമേനിയ 40 റോമൻ റെയിൻസ് അദ്ദേഹത്തിൻ്റെ മത്സരത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾ മാറി നിൽക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ബാക്ക്ലാഷ് പോലെയുള്ള ഇവൻറ്റിലൊന്നും റോമൻ റെയിൻസിന് മത്സരം ഉണ്ടായിരിക്കില്ല. പിന്നീട് റോമൻ റെയിൻസിനെ ഇപ്പോൾ അഡ്വർടൈസ് ചെയ്തിട്ടുള്ളത് സമ്മർ സ്ലാം എന്ന് പറയുന്ന മറ്റൊരു ബിഗ് പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്കാണ്. അതിനു മുൻപത്തെ കുറച്ച് സ്മാക്ക് ഡൗണിലും സ്റ്റോറി ലൈൻ്റെ ബിൽഡപ്പിൻ്റെ ഭാഗമായി റോമൻ റെയിൻസ് അപ്പിയർ ചെയ്യുമെന്നുള്ളൊരു രീതിയിൽ റോമൻ റെയിൻസിനെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ റസൽമേനിയ കഴിഞ്ഞാൽ പിന്നീട് റോമൻ മത്സരിക്കാൻ സാധ്യതയുള്ളത് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് സമ്മർ സ്ലാം ആണ്. അതിനിടയിലെ സൗദി അറേബ്യ ഇവൻറ്റിൽ റോമൻ മത്സരിക്കില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഈയൊരു കുറച്ച് മാസത്തോളം റോമൻ റെയിൻസ് ഒരു വെക്കേഷൻ പോലെ എടുത്ത് മാറി നിൽക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാതെ പൂർണ്ണമായി ഈ WWE വിട്ട് റോമൻ ഹോളിവുഡിലേക്ക് തിരിയുന്നു എന്നുള്ളൊരു വാർത്തയൊന്നും നിലവിൽ പുറത്തേക്ക് വരുന്നില്ല. റോമൻ റെയിൻസ് പാർട്ട് ടൈം ഷെഡ്യൂൾ തന്നെയായിരിക്കും ഇനിയും ചെയ്യാൻ പോകുന്നത്. റോമൻ റെയിൻസിൻ്റെ ആ ഒരു ടൈറ്റിൽ സ്റ്റോറി ലൈനിൽ റോമൻ റെയിൻസിന് ടൈറ്റിൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് എന്ത് സ്റ്റോറിയാണ് റോമൻ റെയിൻസിന് ബാക്കിയുള്ളത് എന്നുള്ളത് നമുക്ക് ആകാംക്ഷയുള്ള ഒരു ചോദ്യമാണ്. അതിനുള്ളൊരു ഉത്തരം റസൽമേനിയ കഴിഞ്ഞാൽ നമുക്ക് റോമൻ റെയിൻസിൻ്റെ അപ്പിയറൻസുകളിലൂടെ ലഭിക്കുമെന്ന് കരുതാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.